നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സാറ് പറഞ്ഞ ഒരു പ്രധാന പ്രവർത്തനമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. എൻ്റെ തോട്ടം എന്ന കവിതയെക്കുറിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? അതിൽ കവിയെക്കുറിച്ച് പറയണം, ആശയം, ഇഷ്ടപ്പെട്ട വരികൾ, ശബ്ദഭംഗി, പ്രയോഗഭംഗി, അഭിപ്രായം എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുത്തണം. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. കവിത എഴുതിയ ആളെക്കുറിച്ച് 2-3 വാചകങ്ങൾ പറയണം. കവിതയുടെ ആശയം 2-3 വാക്കുകളിൽ വിവരിക്കണം. കവിതയിലെ കൂടുതലായി ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണെന്നും അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നും പറയുക. വരികളുടെ പ്രയോഗഭംഗിയും ശബ്ദഭംഗിയും. ചില വാക്കുകളുടെയോ അക്ഷരങ്ങളുടെയോ ആവർത്തനമോ ശബ്ദമോ കൊണ്ട് കവിതയ്ക്കുണ്ടായ ഭംഗി. കവിതയെക്കുറിച്ചുള്ള അഭിപ്രായം. ഇനി ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ശ്രീ A.V. ശ്രീകണ്ഠ പൊതുവാൾ രചിച്ച എൻ്റെ തോട്ടം എന്ന ചെറു കവിതയിൽ പ്രകൃതിയുടെയും മനുഷ്യന്റെയും പരസ്പര ബന്ധത്തിന്റെ സവിശേഷത വ്യക്തമാക്കുന്നു. പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളെ ഈ കവിതയിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നു. അതികഠിനമായ വെയിലിൽ വിയർപ്പൊഴുക്കി വിത്ത് വിതച്ചാൽ അത് കാണുവാനായി മേഘങ്ങൾ വന്നു ചേരും. വിത്ത് വിതയ്ക്കുന്നത് സന്തോഷത്തോടെ കാണുവാനാണ് മേഘങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ കൃഷിയുണ്ടെങ്കിൽ മാത്രമേ മേഘത്തിന് വരാനും കാണുവാനും പെയ്യുവാനും തോന്നൂ എന്നും കവി പറയുന്നു. വാനം പോലെ വിശാലമാണ് വയലും. ആകാശത്തെ വലിയ വയലായി കവി സങ്കല്പിച്ചിരിക്കുന്നു. ആ വയലിലാണ് മേഘങ്ങൾ എത്തുന്നത്. പറമ്പിൽ നിറയെ വാഴകളും മറ്റു ചെടികളും നിറഞ്ഞിരിക്കുന്നതിനാൽ വേനൽ ചൂടിന് അങ്ങോട്ട് കടക്കുവാൻ കഴിയുന്നില്ല. വായുവിന് പോലും സ്വതന്ത്രമായി അകത്തു കടക്കാൻ കഴിയുന്നില്ല. ചെടികൾക്ക് നൽകുന്ന പരിചരണത്തിനും വളത്തിനും 10 ഇരട്ടിയായി അത് ഫലം നൽകുന്നു. മത്തനും കുമ്പളവും എല്ലാം നിറഞ്ഞ ഈ തോട്ടം അതിമനോഹരം തന്നെ. മനുഷ്യനെ പോലെ തന്നെയാണ് ചെടികളും. വെള്ളം ഒഴിക്കാൻ അല്പം വൈകിയാൽ അവ സങ്കടം കൊണ്ട് തലതാഴ്ത്തി നിൽക്കും. ഈ കവിതയിലൂടെ മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം ലളിതമായ രീതിയിൽ വിവരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അതിലെ ഏത് വരിയാണ് ഇഷ്ടപ്പെട്ടതെന്നും അത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതും എഴുതണം. അതെല്ലാം നമ്മൾ പോയിന്റ് ആയിട്ടാണ് എഴുതിയിരുന്നത്. പോയിന്റ് ആയിട്ട് എഴുതിയാൽ പോരാ, പാരഗ്രാഫായി എഴുതണം. അടുത്തതായി തന്ന ഒരു പ്രവർത്തനമാണ് ഈ കവിതയിൽ നിന്നും കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്തുക. വയൽ, തോട്ടം, പറമ്പ്, വളപ്പ് എന്നിവയൊക്കെ. കൃഷിയുമായി ബന്ധപ്പെട്ട് അതിൽ ധാരാളം പദങ്ങൾ ഇനിയും കണ്ടെത്താം. പ്രത്യേകം ശ്രദ്ധിക്കുക, കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ടതല്ല, ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട്. വിത്ത് വിതയ്ക്കൽ, വാഴ, വളം, ഫലം, മത്ത, കുമ്പളം, കായ്ക്കറിത്തോട്ടം, വെള്ളരി വള്ളി എന്നിവയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. താങ്ക് യു.